श्री ममूटी कला फिल्म अभिनय. അങ്ങനെ മോദിജിക്ക് മുൻപിൽ കൈകൂപ്പി മമ്മൂക്ക പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്ത ശേഷമാണ് മമ്മൂട്ടി രാഷ്ട്രപതിക്കരികിലേക്ക് നടന്നത്. നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് ഒരു നിമിത്തമാണെന്നാണ് എന്റെ വിചാരം. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. പത്മഭൂഷൺ ഏറ്റുവാങ്ങിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് നടൻ മമ്മൂട്ടിയും കുടുംബവും രാഷ്ട്രപതി. പണ്ട് മോദിജി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ കൈകൂപ്പാതെ നിൽക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കമന്റ് ബോക്സിൽ ചിലർ ഇങ്ങനെ പറയുന്നത്. അപ്പോ കൈകൂപ്പാൻ അറിയാം അല്ലേ മമ്മൂക്ക? അങ്ങനെ ഒരു മോഹം തോന്നി, നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. ചടങ്ങിനായി കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കുടുംബസമേതം ഡൽഹിയിലെത്തിയിരുന്നു. മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങവേ സദസ്സിലിരുന്ന് കൈയടിക്കുന്ന മകൻ ദുൽഖർ സൽമാന്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. 1998 രാജ്യം മമ്മൂട്ടിയെ പത്മശ്രീ നൽകി ആദരിച്ചു. പത്മഭൂഷന്റെ തിളക്കത്തിലെത്തുന്നത് 28 വർഷത്തിനു ശേഷമാണ്. മികച്ച നടനുള്ള 7 പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 10 സംസ്ഥാന അവാർഡുകളാണ് അദ്ദേഹം നേടിയത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഒട്ടുമിക്ക ഭാഷകളിലെല്ലാം വെള്ളിത്തിരയിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ തിളങ്ങുന്ന നക്ഷത്രമാണ്. പുതുതലമുറ പരീക്ഷണ ചിത്രങ്ങളിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണ് ഇന്നും മമ്മൂട്ടി.